ഡോണ്ട് ട്രസ്റ്റ് ഈസിലി. ഡോണ്ട് ട്രസ്റ്റ്. ഒരുപാട് കഷ്ടപ്പെട്ട് നേടുള്ളൂ. സോ നത്തിങ് വിൽ കം ആസ് ലക്ക്. ആബ്സല്യൂട്ട്ലി. ഞരമ്പ് രോഗിയെ പോലെ എക്സ്പ്രഷൻ ഇട്ടില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ പലതും. സിനിമ പോയാലും കുഴപ്പമില്ല, അതൊന്നും ഞാൻ ടോളറേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഇതൊക്കെ ചെയ്ത ആളെന്തിനാ തിരിച്ചു പോണേ എന്നറിയാം. അബദ്ധവശാൽ വന്ന് പെട്ടുപോയി കൂട്ടത്തിൽ കണ്ടിട്ട് വരൂ, പൈസ ഇല്ലല്ലോ എന്ന് ഫീൽ ചെയ്യും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. എനിക്ക് ഒരു 5 വർഷം കഷ്ടപ്പെട്ടിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞവരെയൊക്കെ എനിക്കറിയാം. സുഖമാണ് നമുക്ക് ജീവിതം. വേദനിച്ച് തീരുന്നല്ലോ തോന്നുക. സ്റ്റാർട്ടിങ്, മിഡിൽ ആൻഡ് നൗ ഇറ്റ്സ് ഓൾവേസ് എ ചലഞ്ച്. ഒരു സർക്കസാണ് എൻ്റെ സിനിമ കരിയർ എന്ന് പറയുന്നത്. സിനിമയ്ക്ക് മുമ്പ് വന്നതിന് ശേഷം കുറച്ചൊന്നും അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്ന അപ്പൂപ്പൻ നയങ്ങൾ അതൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എൻ്റെ സിനിമകൾ നോക്കി അറിയാം അതെല്ലാം പാളിപ്പോയിട്ടുണ്ട്. അപ്പൊ പോകാൻ അങ്ങനെ വിട്ടൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അധ്യാപകനായി ജീവിതം തുടങ്ങി മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം സിനിമാ ജീവിതം ആരംഭിച്ച മലയാളത്തിലെ ശ്രദ്ധേയനായ നടൻ ചന്തുനാഥാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. ടീച്ചിങ് ഫീൽഡിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് എത്തുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് ജേർണി എങ്ങനെയായിരുന്നു? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. അമ്മ അധ്യാപികയാണ് ഇപ്പോഴും. പിന്നെ ഞാൻ മാർവിൻസ് കോളേജിലാണ് എൻ്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠനം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ വളരെ പെർട്ടിക്കുലറായിരുന്നു. നമ്മുടെ ഒരു കരിയർ ഒന്നും നോക്കിയിട്ട് മതി നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ. അവർ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്റ്റേജിലൊക്കെ കുഞ്ഞിലോട്ട് കൊണ്ടുപോയതും എന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്നാണ് നമ്മുടെ ഇൻട്രസ്റ്റും. തിയേറ്ററിലായാലും ഒരുപാട് നാടകങ്ങളും ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഒരു 4.5 വർഷത്തോളം ടീച്ചിങ് ബാംഗ്ലൂർ ആയിരുന്നു കൂടുതലും. പിന്നെ ഇവിടെ ഒരു കോളേജ് പഠിപ്പിച്ചു. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിരുന്നു. 3 ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ പഠിപ്പിച്ചു. പക്ഷെ നമുക്ക് അപ്പോഴാണ് ബാംഗ്ലൂർ സ്റ്റക്കായിപ്പോയി എന്നൊരു തോന്നലുണ്ടാകും. ആ സമയത്താണ് നമ്മൾ ഒരു കറേജിയസ് ആയിട്ട് തീരുമാനം എടുക്കുന്നത്, നാട്ടിൽ വന്ന് നോക്കാം, നമ്മുടെ പാഷനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ജോലിയൊക്കെ ക്വിറ്റ് ചെയ്തിട്ടാണ് നാട്ടിൽ വന്നിട്ട്, അപ്പോൾ അവിടുത്തെ നല്ല ശമ്പളമൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹിമാലയത്തിൽ കാശ്മീർ എന്നൊരു സിനിമയിലേക്ക് അഭിറാം സുരേഷ് ഉണ്ണിത്താൻ്റെ സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹം എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സമയം നമുക്ക് നോക്കാം എന്ന് പേരൻസ് തന്ന ഒരു ലീനിയൻസിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ 18-ാം കാശ്മീരം കഴിഞ്ഞതിന് ശേഷം അതൊരു വലിയ ഹിറ്റോ അങ്ങനെ ഒരു റീജിയണൽ കുഞ്ഞു പടമാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ ശങ്കർ സാറിൻ്റെ 18-ാം പടിയിലോട്ട് ഒരു ഓഡിഷൻ കാണുന്നതും അതിനെ അയക്കുന്നതും. അപ്പോൾ അത് അഭിനയിക്കാനേ പോകുന്നേ. പക്ഷേ പുള്ളിക്ക് അദ്ദേഹം പറഞ്ഞത് ഇതൊരു കുട്ടികളുടെ സിനിമയാണ്, നീ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന്. അങ്ങനെ കുട്ടികളെ ഗ്രൂം ചെയ്യാറുണ്ടായിരുന്നു മുമ്പൊക്കെ, ഈ ആക്ടിങ് ഒക്കെ ട്രെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ 18-ാം പടിയിലെ എല്ലാ പുതുമുഖങ്ങളെയും ട്രെയിൻ ചെയ്യാനുള്ള, ഗ്രൂം ചെയ്യാനുള്ളൊരു എന്താ പറയുക ജോലിയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതൊരു സർപ്രൈസായിട്ട് ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസമാണ് ജോയ് എന്നുള്ള ക്യാരക്ടറിന് ഞാനാണ് ചെയ്യുന്നത് അനൗൺസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഹൗ ഐ കെയിം ടു ദ മെയിൻ സ്ട്രീം. തുടക്കം തന്നെ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ തന്നെ ലക്കായിട്ട് കാണുന്നത്, ടാലൻ്റ് ആയിട്ട് കാണുന്നു? അല്ല, ഇറ്റ് ഷുഡ് ബി എ മിക്സ് ഓഫ് ബോത്ത്. ഞാൻ ഈ ലക്ക് എന്ന് പറയുന്ന ഒരു ഓൾറെഡി റിട്ടൺ സാധനത്തിലല്ല എൻ്റെ വിശ്വാസം. സാഹചര്യങ്ങളാണ് നമ്മൾ എത്തിക്കുന്ന സാഹചര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് ആര് ഡിസൈഡ് ചെയ്യുന്നൊരു ഇതല്ല. നമ്മൾ കൂട്ടുകാർ, നമ്മൾ എത്തുന്ന സാഹചര്യങ്ങൾ, നമ്മൾ എത്തപ്പെടുന്ന സിനിമ. ഇപ്പോൾ ശങ്കർ സാറിനെ പോലൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു റൈറ്ററിൻ്റെ ഡയറക്ടറിൻ്റെ സിനിമയിൽ വന്നതുകൊണ്ട് തന്നെ എനിക്കത് വിസിബിലിറ്റി കൂടുതലായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ വിസിബിലിറ്റി കൂടുതലായിരുന്നു. പാട്ട് വളരെ സ്വാധീനം ഉണ്ടാക്കി. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് വീണ്ടും എനിക്ക് അവസരം വന്നത് ഫഹദിക്കയുടെ കൂടെ മാലിക്കിലാണ്. കോവിഡിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയായിരുന്നത്. ചിലപ്പോൾ മാലിക്ക് തിയേറ്റർ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്വീകാര്യത എനിക്ക് അന്നേ കിട്ടിയാൽ. ബട്ട് OTT വന്നപ്പോഴും അത് പിന്നെ വീണ്ടും ലാലേട്ടൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ സുരേഷ് ഗോപി സാറിനോട് പാപ്പൻ ചെയ്തു കോവിഡിന് ശേഷവും. അപ്പോൾ എനിക്കിനി കുറച്ച് നമ്മളീ പറയുന്ന ടോപ്പ് ലീഡ് ആക്ടേഴ്സിൽ കുറച്ച് പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൂ. സോ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയതിന് ശേഷമാണ് യു ഫീൽ ദ ലക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു വലിയ ഭാഗ്യമല്ലേ എല്ലാവരും പറയുന്ന പോലെ. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ഒരുപാട് ലീഡിങ് ആർട്ടിസ്റ്റുകൾക്ക് പോലും കിട്ടാത്തൊരു അവസരമാണ് എനിക്ക് അങ്ങനെ വന്നത്.
അത് ആക്ടേഴ്സ് മാത്രമല്ല, സ്റ്റാർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജോഷി സാറിൻ്റെ കൂടെയൊക്കെ ഒരു സ്കൂളാണ് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, മധു സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇനി സത്യനന്ദിക്കാട് സാറിനോട് വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം. എനിക്കങ്ങനെ ആഗ്രഹങ്ങൾ കുറയുന്ന ഒരാളല്ല. അപ്പം അങ്ങനെ ഒരു അത്യാഗ്രഹത്തിൽ നിന്നായിരിക്കും ഇതൊക്കെ ഉണ്ടാകുന്നതും വരുന്നത്. നമ്മളതിന് വേണ്ടി ചെയ്യുന്നത്. അപ്പം പിന്നെ ടാലൻറ്റ് എന്ന് പറയുന്നത് ഞാനല്ല അത് എഫേം ചെയ്യേണ്ടത്. അത് മുമ്പത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചത് നന്നായെന്നൊരു ഡയറക്ടർ തോന്നിയാൽ അവരടുത്ത സിനിമയിൽ വിളിക്കുന്നു. ഇപ്പോൾ ജിത്തു സാർ എന്നെ റാം കഴിഞ്ഞ് കോവിഡ് സമയത്ത് അത് ഹോൾഡ് ചെയ്ത് നിന്നപ്പം പോലും പിന്നെ അവരെടുത്തത് 12th Man എന്നൊരു സിനിമയാണ്. അപ്പോൾ അതിലെന്നെ വിളിച്ചു. അപ്പോൾ ദാറ്റ് മീൻസ് പുള്ളിക്ക് കൊള്ളാമെന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ അതങ്ങനെ എന്നെ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു ഇഷ്ടം അവർക്ക് തോന്നിക്കാണും. വെറുതെ എന്തായാലും എന്നെ വിളിക്കാൻ പോകുന്നു. ഈ റാമിൻ്റെ ഇത് പറഞ്ഞല്ലോ, റാമിൻ്റെ സ്റ്റേജ് എന്തായിപ്പോൾ? പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കും അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ജിത്തു സാർ ഒരു ഏതോ ഇൻ്റർവ്യൂവിൽ ധാരണ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ പുള്ളി ഇടയ്ക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡിസംബറിലോ മറ്റോ. അങ്ങനെ വന്നാൽ നല്ലത്. അതൊരു വലിയ 2 പാർട്ടുള്ള സിനിമയായിട്ട് മാറി എന്നുള്ളതാണ്. കോവിഡ് അനന്തരം അങ്ങനെ മാറി. ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിത്ത് മച്ച് എക്സൈറ്റ്മെൻറ്റ് അതിങ്ങനെ തുടങ്ങിയ സമയത്ത് ലാലേട്ടനെ ആദ്യമായിട്ട് നമ്മളങ്ങനെ ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നമ്മൾ അഭിനയിച്ചു തുടങ്ങി. അതിനുശേഷം സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ പിന്നെയാണ് അത് വലിയ 2 അതിന് സാധ്യതയുണ്ട് ആ സിനിമയ്ക്ക് അങ്ങനെ വലിയ 2 പാർട്ടായിട്ട് ചെയ്യാനുള്ളത്. ഞാൻ ഏതിൽ വരുമെന്ന് എനിക്ക് അറിഞ്ഞു പോലും കൂടാ. ക്യാരക്ടർ എൻ്റെയോ എൻ്റെ ക്യാരക്ടർ ലാലേട്ടൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഒരു ജേർണലിസ്റ്റ് ഐ ഗസ്. നമ്മളങ്ങനെ പറഞ്ഞുകൂടാ ആക്ച്വലി. പക്ഷേ നമുക്ക് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ പോലെ മോഹൻലാൽ ദ മമ്മൂട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ലെജൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഹ്യൂജ് ടേക്ക് അവേ. നമുക്ക് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവരുടെ. ഇപ്പോഴും അവർ വൈ ദേ ആർ സ്റ്റാർസ് സ്റ്റിൽ എന്ന് നമുക്ക് മനസ്സിലാവും. 10-20 ദിവസം അവരുടെ വർക്ക് ചെയ്യുന്നത് കഴിയുമ്പോൾ മനസ്സിലാവും. തുടക്കം കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ചലഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സ്റ്റാർട്ടിങ്, മിഡിൽ ആൻഡ് നൗ ഇറ്റ്സ് ഓൾവേസ് എ ചലഞ്ച്. ഞാൻ സിനിമയിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ 25 പടം കഴിഞ്ഞു. അപ്പം അത് ഇറ്റ്സ് ഓൾവേസ് ഒരു സർക്കസാണ് എൻ്റെ സിനിമ കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു ഫുൾ ബാറ്ററി ചാർജ് ഒന്നും ആയിട്ടില്ല. ദോ ഇറ്റ് ഈസ് 8 years അങ്ങനെയൊന്നും ആയിട്ടില്ല. കോവിഡ് നല്ലൊരു പണി തന്നു. ബട്ട് സ്റ്റിൽ നമ്മളങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഉള്ളിലൊരു ഒരു ഫയർ കിടക്കുന്നുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും നമ്മുടെ ഒരു നല്ല ജീവിതത്തിൻ്റെ ഫ്ലോയെ, നമ്മളെ കരിയറിനെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൈ ചോയ്സ് ഈസ് ടു ഫൈറ്റ് അൺടിൽ ഐ ഡൈ ഓർ വിൻ. സോ അതാ എൻ്റെ ചലഞ്ച്. ഇടയ്ക്ക് ഗ്യാപ്പ് വരുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? പൈസ ഇല്ലല്ലോ എന്ന് ഫീൽ ചെയ്യും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ഈ തുടക്ക സമയത്താണ് ഗ്യാപ്പ് വരുമ്പോൾ ഇനി സിനിമയില്ല, ഞാൻ എന്നെ എങ്ങനെ നാട്ടുകാർ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. ദാറ്റ് ചലഞ്ച് ഈസ് ഓവർ. കുറച്ച് പേരെങ്കിലും എന്നെ അറിയാം. ഇനി എൻ്റെ ചലഞ്ച് എൻ്റെ പൈസ, എൻ്റെ വീട്ടിലെ വരുമാനം നിലനിർത്തുക എന്നുള്ളതാണ്. അത് തന്നെ എനിക്ക് എൻ്റെ ആദ്യത്തെ ചിന്ത. സിനിമ ഒരു മാസം വന്നില്ലെങ്കിൽ എൻ്റെ EMI പറ്റി ഞാൻ അറിയും. അങ്ങനെ ഞാൻ ഇവോൾവ് ചെയ്യുന്നു ഇപ്പം. സോ ഒരു സമയത്ത് നമ്മൾ ഫിലോസഫിക്കലി പറയും പൈസയല്ല നമുക്ക് ജീവിതത്തിൻ്റെ അവസരങ്ങൾ ഒന്നുമല്ല. ഒരു സ്റ്റേജിൽ എത്തുമ്പം അതങ്ങനെയാണെന്ന് മനസ്സിലാവും. കാരണം സിനിമയിൽ വന്നു കഴിയുമ്പോൾ ഞാനൊരു സർട്ടൻ സെറ്റ് ഓഫ് ഒരു സാലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് സിനിമയിൽ എത്തിക്കഴിഞ്ഞ് 10-20 ഇത്രയും സിനിമകൾ ചെയ്ത് കഴിയുമ്പം നമുക്കുണ്ടാകുന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചുണ്ട്. അതിനകത്ത് മണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ക്വാളിറ്റി ഓഫ് ലൈഫ് മാറിക്കൊണ്ടിരിക്കും. പൈസയുടെ ആധിക്യം വരുന്നതോറും നമ്മളതിൻ്റെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതിൽ നിന്ന് താഴോട്ട് ഒന്നുകിൽ അതിൽ തന്നെ നമുക്ക് ആ സ്റ്റാൻഡേർഡ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതല്ലെങ്കിൽ താഴോട്ട് പോകാമെന്ന് പറയുന്നത് അതിനിപ്പോൾ എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പേഴ്സണലി നമ്മുടെ ലക്ഷറി കാണിക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ നിന്നൊരു തലത്തിൽ നിന്ന് നമ്മൾ പിന്നെ അപ്പോഴും അവിടെ EMI ഉണ്ടാവും. അപ്പോഴും അവിടെ ഒരു നടനം എന്നുള്ള ടാഗ് ഉണ്ടാവും. ഇനി അത് സെലിബ്രിറ്റി സ്റ്റേറ്റസ് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പ്രീ ഒക്കുപ്പൈഡ് നോഷൻ ഉണ്ട്. ഹി ഷുഡ് ബി ഹാവിങ് മണി. അപ്പോൾ ഇനി ഒരിക്കലും ടീച്ചിങ്ങിലോട്ട് തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല? എന്നെ വളരെ ശക്തമായി എനിക്കെതിരെയുള്ള ടർബുലൻസ് ഭയങ്കരമാണെങ്കിൽ, എനിക്കെതിരെയുള്ള വേവ്സ് ഭയങ്കരമാണ്, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിൽക്കുന്നുണ്ട്. നമുക്കൊരു ഹൈലി ഡിപ്രസീവ് അവസ്ഥയിലൊക്കെ പോകും. ആർട്ടിസ്റ്റുകൾക്ക് ആർട്ട് ഫീൽഡിലുള്ളത് അങ്ങനെയാണ്. ഇപ്പം IT എടുത്താലും നിങ്ങളുടെ മീഡിയ എടുത്തു കഴിഞ്ഞാലും ദെയർ ഈസ് എ പോയിന്റ് ഓഫ് എന്ന് പറയുന്ന സാച്ചുറേഷൻ. ഭയങ്കരമായിട്ട് ചിലപ്പോൾ അതിനെ ഇത് ചെയ്യേണ്ടി വരും. കുറേ ഫാക്ടേഴ്സ്, കുഞ്ഞ്, വീട്. അപ്പം അതൊക്കെ
ഇത് പറയുന്നത് ഈ തിരിച്ച് ടീച്ചിങ്ങിലോട്ട് പോകുന്ന ഞാൻ ചിന്തിക്കുന്നില്ല. അതാ ഞാൻ ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്കും എൻ്റെ ഫിൽമോഗ്രഫി ഞാൻ നോക്കും. എൻ്റെ ഫിൽമോഗ്രഫി നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്ത ആളെന്തിനാ തിരിച്ചു പോണേ എന്നാലോചിക്കും. ഐ തിങ്ക് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെ എന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നത്, ഞാൻ പോയാലും എനിക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ അടുത്തൊരു സിനിമ എഴുതും, അങ്ങനെയാണെങ്കിൽ അതിൽ ഞാൻ അഭിനയിക്കും. അപ്പം ഇത്രയും നാൾ നമ്മൾ ചെയ്ത സിനിമകളിലെ കോൺടാക്ട്സ്, നല്ല കോൺടാക്ട്സ് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് എനിക്ക് കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ എഴുതും പടം, എന്നിട്ട് ഞാൻ തിരിച്ചു വരും. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഒരുപാടുണ്ട്. സ്റ്റോറി മനസ്സിലല്ല. ഐ എം നോട്ട് ജസ്റ്റ് ആക്ടർ. ഇപ്പം നമ്മൾ അതിൻ്റെ സിനിമ പേഴ്സൺ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എഴുത്തുണ്ട്, എല്ലാ ഡിസ്കഷൻസിനും ഉണ്ട്. നമ്മുടെ ഒരു സർക്കിളുണ്ട്. ഏതൊരു ഫീൽഡിലും തുടക്കം, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഞാൻ എല്ലാ സീനിയേഴ്സും നല്ലതായിട്ട് ട്രീറ്റ് ചെയ്ത് സോഫ. ആക്ടേഴ്സ്, സീനിയർ കോ ആക്ടേഴ്സ്, സീനിയർ ഡയറക്ടേഴ്സ്, ഈ അല്ലാതൊരു മോശം ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയാൻ സെറ്റിൽ എനിക്ക് ഉണ്ടായിട്ടൊന്നുമില്ല. കിട്ടുന്ന ടാസ്കുകൾ മീൻസ് ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കുന്ന റോൾസ് അതുപോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നെ സിനിമകളിലെല്ലാം ക്യാരക്ടറിനെ വിളിച്ചു. അല്ലാതെ നമുക്കുണ്ടാവും. അല്ലാതെ എനിക്ക് ആക്ടേഴ്സിൻ്റെ അടുത്തോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഒരു കോ ആക്ടേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ഈ പറയുന്ന ജൂനിയർ എന്ന് പറയുന്ന അവരുടെ അടുത്തൊന്നും പ്രശ്നം. അല്ലാതെ സിനിമയ്ക്കകത്ത് അവർ മാത്രമല്ലല്ലോ, അവരെന്നൊക്കെ നമുക്ക് ഹരാസ് ചെയ്താൽ ഞാൻ റിയാക്ട് ചെയ്യും. സിനിമ പോയാലും കുഴപ്പമില്ല, അതൊന്നും ഞാൻ ടോളറേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഹരാസ് ചെയ്തല്ല, പക്ഷെ ചെറിയ മോക്കിങ്, ചെറിയ ടെസ്റ്റിങ്, ദ ഓൾഡ് സ്കൂൾ ഓഫ് നമ്മളെ ഇങ്ങനെ ഇവനൊക്കെ ഒരു 5 വർഷം കഷ്ടപ്പെട്ടിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞവരെയൊക്കെ എനിക്കറിയാം. കാലം മാറിയത് അറിയാത്തവരാ. അതിങ്ങനെ ആരെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ട് അവൻ്റെ പ്രീവിയസ് കഷ്ടപ്പാടുകൾ ചിന്തിക്കുന്നില്ല. സിനിമയ്ക്ക് മുമ്പ് വന്നതിന് ശേഷം കുറച്ചൊന്നും അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്ന അപ്പൂപ്പൻ നയങ്ങളതൊക്കെ. അതൊന്നും അല്ല. അങ്ങനെയൊന്നും കഷ്ടപ്പെടാതെ വന്നവരുണ്ട്. എവ്രി വൺസ് കഷ്ടപ്പാട്, നോട്ട് ഓൺലി ഇൻ ദ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പൊരു കഷ്ടപ്പാടുണ്ട്. അതിനുശേഷം കഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ട ഒരു കഷ്ടപ്പാടുണ്ട്. അതൊക്കെ കഷ്ടപ്പാട്. അല്ലാതെ ഇപ്പോൾ ചിലർ ഒരുപാട് പേരെ കണ്ടിട്ടായിരിക്കും പടം കിട്ടുന്നത് അല്ലേ. ചിലർ അവിടെ ചെന്ന് കയറുമ്പോഴേ കിട്ടും. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, അഭിനയിക്കാനേ താല്പര്യമില്ലാതെ ഞാൻ വന്നു, എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചു, ഒടുവിൽ ഞാനിവിടെ എത്തി. അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളിലെത്തി. അപ്പോൾ ആ കഷ്ടപ്പാട് അവിടെ പോയി. സോ അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഉള്ളിൽ ടാലൻ്റ് ഉണ്ടായിരുന്നു, സിനിമ ചൂസ് ചെയ്യുന്ന എന്തോ ഉണ്ടായിരുന്നു. ഓൺ ദ അതർ ഹാൻഡ് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാൾ, അവൻ ചിലപ്പോൾ ഒരു 10 വട്ടം കയറി ഇറങ്ങി, അവൻ ജീവിതത്തിൽ പറയത്തില്ല എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലായിരുന്നു പിന്നെ വന്നു, അങ്ങനെയൊന്നും പറയില്ല. അവൻ അതിനെ നെഞ്ചോട് ഇങ്ങനെ അവനങ്ങനെ ഉരുവാക്കി സ്വന്തമായിട്ട് അബദ്ധവശാൽ വന്ന് പെട്ടുപോയി കൂട്ടത്തിൽ കണ്ടിട്ട് വരൂ. അതൊന്നും അല്ലാത്ത ഒരുപാട് പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. അവർക്കത് വലിയ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റാണ്. സിനിമയിൽ ഏതെങ്കിലും ക്യാരക്ടർ ഭയങ്കര ടഫായിട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് ബുദ്ധിമുട്ടി ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും റോൾസ് ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ട് എന്നല്ല, ഫിസിക്കൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് തെലുങ്ക് സിനിമ ഒരു അഭിനയിച്ചു, കോൺട്രവേഴ്ഷ്യൽ സിനിമയായിരുന്നു അത്. അതിൽ പഴയ ഒരു ശരിക്കും നടന്ന ഒരു ജിനോസൈഡിനെ പറ്റി പറയുന്നത്. അപ്പോൾ ജീവിച്ചിരുന്നൊരു ക്യാരക്ടറെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പോലീസ് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ കാലത്ത്, പഴയ കാലത്ത്. അപ്പം ആ പീഡനങ്ങൾ എനിക്ക് കടന്നു പോകേണ്ടി വന്നപ്പം അത് ഇച്ചിരി ബ്ലീഡിങ് ലെവലിലേക്കൊക്കെ പോയൊരു ഇതായിരുന്നു. അതിങ്ങനെ തല കീഴായിട്ട് നമ്മളെ ഷർട്ട്ലെസ് ആയിട്ട് നമ്മൾ മുണ്ടെടുത്തിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കും. ഇപ്പം നമുക്കൊരു ജാക്കറ്റോ ഷർട്ടോ എന്തെങ്കിലും ഇന്നർ ഒരു സാധനമുണ്ട് ബക്കിൾ ഇടുന്നത്, അത് ഷർട്ട് ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ശരിക്കും അതിൻ്റെ ആ ഹുക്കെന്ന് പറയുന്നത് ഈ നടുവിൽ തന്നെ കിട്ടും. അപ്പം നേരെ നിൽക്കുവാണെങ്കിൽ നമ്മളെ പൊക്കിയാൽ പോലും വേദനിക്കുന്ന ഒരു ഹുക്കിൽ നമ്മളെ തല കീഴായിട്ട്. സോ എവറി ടൈം അവർ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് തിരിയുമ്പോഴത്തേക്കും സുഖമാകും. നമുക്ക് ജീവിതം വേദനിച്ച് തീരുന്ന പോലെ തോന്നുന്നത്, അത്ര ഇങ്ങനെ പിടിക്കും. അപ്പം പിന്നിട്ടൊരു ചാട്ടവാർ അടിയുക. അപ്പം ഈ ചാട്ടവാറിൽ സോക്കോൾ ഇങ്ങനെ പോക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ, മുള്ളു പോലത്തെ സാധനങ്ങൾ ആർട്ടിഫിഷ്യലി ഒറിജിനലായിട്ട് അടി കിട്ടും നമുക്ക്. അപ്പം ആ മുള്ളുകളായിരിക്കില്ല, മുള്ളിന് സമാനമായ കുറേ സാധനങ്ങൾ അവരിങ്ങനെ വെച്ചേക്കും. അപ്പം ഈ
നിങ്ങൾ ഈ പറയുന്ന ചാട്ടവർ അടിക്കാൻ ഒരു പോലീസ് എന്ന് പറയുന്ന ഒരു സോ കോൾഡ് ജൂനിയർ, എനിക്ക് വേറെ വാക്കിനെ കണ്ടുപിടിക്കും, ഒരു ആർട്ടിസ്റ്റ്, ഓക്കെ. അവരായും ചെയ്യുന്നത്. അപ്പോൾ അവർ ഔട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഇവരുടെ പെർഫോമൻസിനെ അത് അടിക്കുന്ന പോലീസുകാരനായിട്ട് കാണിക്കാൻ വേണ്ടി നല്ലോണം തരും. അപ്പോൾ എൻ്റെ കൂടെ വന്ന പയ്യൻ, അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയാവുന്നൊരു പയ്യൻ പറയും, സാർ അത് അവർ തരുന്നൊരു അസിസ്റ്റൻ്റ്, ഇൻഡസ്ട്രിയിലെ അസിസ്റ്റൻ്റ് അവർ തരുന്നത്. അവർക്ക് തെലുങ്ക് അറിയാം, അടുത്ത ടേക്കിൽ ശ്രദ്ധിക്കണം, ഓ സോറി സാർ എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ഓൾ ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും പൊട്ടിക്കും. അപ്പോൾ അടിയും വാങ്ങിക്കണം, ഈ തൂക്കിയിടണം, പിന്നെ കല്ലുകൊണ്ടിടി, ചൂട്, അതങ്ങനെ ഫിസിക്കൽ സ്ട്രെയിൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അല്ലാതൊരു ബുദ്ധിമുട്ടി അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫിനിക്സിൻ്റെ സമയത്താണ് ശരിക്കും നമുക്ക് ആ ക്ലൈമാക്സ് സീൻ അതൊരു വേറൊരു മൈൻഡ് സെറ്റിൽ നിന്ന് ചെയ്യേണ്ട ഒരു, അതുവരെ ചെയ്യാത്തൊരു, കാരണം അയാൾ ഇച്ചിരി അതല്ല, അയാൾ ബ്രോക്കണാണ് ഇൻസൈഡ്, ഭ്രാന്തിനോളം എത്തി നിൽക്കുന്ന ഒരാളാണ്. മനസ്സ് കൈവിട്ട് പോയിരുന്ന, കത്ത് ചോദിക്കുന്ന ഒരാളാണ്. അയാളെ ഒറ്റയ്ക്ക് റൂമിൻ്റെ അകത്ത് പെർഫോം ചെയ്യണം. അത് നാടകീയം അതിഭീകരമായ മെലോഡ്രാമ ആവാനും അല്ലെങ്കിൽ ക്രിഞ്ച് ആവാനും ഒക്കെ സാധ്യതയുള്ളൊരു, കരയേണ്ട, വളരെ വെഹമെൻ്റ്ലി പൊട്ടിക്കരയേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പം അത് ഞാൻ ചിന്തിച്ച് മാനസികമായിട്ട് അതെങ്ങനെയാണ് എന്നുള്ള ഡിവൈസ്, അത് ഇച്ചിരി ശ്രമകരമായ സാധനമാണ്. കാണുമ്പോൾ അത്ര ഈസി ആയിട്ട്, കാണുന്ന പോലെ ഈസി ആയിരിക്കില്ല അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ റോണി ചേട്ടൻ ഇത് കഴിഞ്ഞിട്ട് എന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത് തന്നെ. ഈ ടോക്ട് അബൌട്ട് ഹൗ ഐ പെർഫോംഡ് ഫോർ ഹാഫ് ആൻ അവർ. എന്നോട് ഈ ചോദിച്ചുകൊണ്ടിരുന്നു, ഇതെങ്ങനെയാണ് നീ അത് ഇത്. അപ്പോൾ എനിക്ക് വലിയ ഇതിനെപ്പറ്റി ഞാനതിനെ വലിയ, നമ്മളൊരു പ്രെപ്പ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻറ്റുള്ള പ്രെപ്പാണ് എനിക്ക്. ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് വന്നിരുന്ന് വെയിറ്റ് ചെയ്ത സീനാണ്. ആ സീൻ വരാൻ വേണ്ടി ഇങ്ങനെ ഷൂട്ട് നടക്കുന്ന എല്ലാതും അതിപ്പം വരും എന്ന് പറയുമ്പോൾ, അപ്പോൾ യൂഷ്വൽ ചിലർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഒരു ഇൻറ്റിമിഡേഷൻ ഉണ്ടാക്കും. അയ്യോ ഞാൻ എന്ത് ചെയ്യുന്നത്. എനിക്ക് അത്തരം കാര്യങ്ങൾ കുറച്ച് എനിക്ക് തരുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇത്രയും പേര് നമ്മളെ കാണാനിരിക്കുന്നു, ആ പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ഐ ഡെലിവർ ഇറ്റ്. അതാ. അപ്പം അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ പേഴ്സണലി മനസ്സിൽ കാണുന്ന ഒരു ഫ്രെഡി ആ സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യും, അത് എൻ്റെ ഫ്രെഡിയാണ്. ഞാനാണത് പെർഫോം ചെയ്യുന്നത്. വേറൊരു ആർട്ടിസ്റ്റ് ഇപ്പം ഡെലിവർ ചെയ്താൽ അയാളുടെ ഫ്രെഡി ആയിട്ട് വരും. അപ്പം എൻ്റെ ഫ്രെഡിയെ അക്സെപ്റ്റ് ചെയ്തതിന് സന്തോഷം. അത്ര മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന ക്യാരക്ടർ അത് തന്നെയാണോ? എൻ്റെ എല്ലാ ക്യാരക്ടറും എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് അല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഞാൻ മറക്കുന്നില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു ഫേവറേറ്റ് എന്നൊരു കാണത്തില്ല. ഫേവറേറ്റ്, ഞാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മറ്റത് എനിക്ക് ഫേവറേറ്റ് അല്ല എന്നാണ്. അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊന്നുമല്ല. പക്ഷെ നമ്മളെന്ന് പറയുന്ന അക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടിയ ക്യാരക്ടേഴ്സ് ജോയും ഫ്രെഡിയാണ്. പിന്നെ 12th മാനിലെ ജിതേഷ് എന്നുള്ള ക്യാരക്ടർ, ജോയ് ആൻഡ് ഫ്രെഡി, അത് ഇച്ചിരി ഐക്കോണിക് ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ളൊരു ക്യാരക്ടേഴ്സാണ്. ജോയ് ഹാസ്, ശങ്കർ സാറ് ജോയെ ട്രീറ്റ് ചെയ്തത് അങ്ങനെയാണ്. അയാളുടെ കോസ്റ്റ്യൂം, അതാ പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മിഥുൻ ചേട്ടൻ അങ്ങനെ ഇതിന് വിളിക്കുമ്പോഴും നമ്മൾ ഫ്രെഡി ആയിട്ട് വിളിക്കുമ്പോഴും, ഫ്രെഡി വർക്ക് ആയില്ലെങ്കിൽ അത് വർക്ക് ആവില്ല. വർക്ക് ഇൻ ദ സെൻസ് കളക്ഷനില്ല, സിനിമയുടെ സോൾ വർക്ക് ആവില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ആളുകൾ സ്വീകരിച്ചത് ഏതാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും, റെസ്പോൺസ് വരും. അപ്പം അവർ ഇന്നും എനിക്ക് ഫ്രെഡിയെ പറ്റിയും ജോയെ പറ്റിയൊക്കെ പറയുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്. ഫീനിക്സിന് കണ്ടമാനം മെസ്സേജ് ഡെയിലി എനിക്ക് അയക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് എന്നെ തോന്നുമല്ലോ, ഇതാണ് എനിക്ക് ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ കെയർ ചെയ്തേതാ, അതാണ് എനിക്ക് പ്രിയപ്പെട്ടത്. ഓക്കെ. ഏറ്റവും പുതിയ സിനിമ ശുക്രനാണല്ലോ, അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ശുക്രൻ കഴിഞ്ഞു, ശുക്രൻ പോയി. ശുക്രൻ ഒരു ഹമ്പിൾ അറ്റംപ്റ്റ് ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ. അതിനകത്ത് ഒരുപാട് ക്യാഷ് നോക്കിയപ്പോഴും അവർക്ക് ഞാൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്നിട്ട്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു, എന്നാൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഇങ്ങനെ വളരെ ജോവിയലായിട്ട് ലൗഡായിട്ട്. ഈ കശ്മീരിലെ ക്യാരക്ടർ ബേസിക്കലി അങ്ങനെ എൻ്റെ കരിയർ തുടങ്ങുന്ന പോലും ഭയങ്കര ഓവർ ഇത് ചെയ്യുന്ന ഒരാളായിട്ടാണ്, ലൗഡായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ജോസാണ്. പക്ഷെ 18-ാം പടിയുടെ ഒരു ടെക്സ്റ്റ് തരുന്നൊരു എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അത് ബൈ ലുക്സിലോ അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിലോ ആ ക്യാരക്ടറിൻ്റെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ജനം വിചാരിച്ച ഒരു ആള് ടഫായിട്ടുള്ള ഒരാളാണ്. അത്
പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ സഹായിച്ച ഒരു ക്യാരക്ടറായിരുന്നു ശുക്രൻ. തമാശ പറയുന്ന, ലൗഡായിട്ട് പെർഫോം ചെയ്യുന്ന, കുഞ്ഞു നുറുങ്ങ് റൊമാൻസ് ഒക്കെ ചെയ്യുന്ന. അപ്പം അതാളെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ കണ്ടവർ എത്ര പേര് കണ്ടു, കണ്ടവർ എത്രയും എൻ്റെ അടുത്ത് നല്ലത് പറഞ്ഞു. അങ്ങനെ അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമെന്നൊരു ഓപ്പണിങ്ങും കൂടാ അത്. നമ്മൾ ആളുകളെ നമ്മളിരുന്ന സിനിമാ പ്രവർത്തകരുടെ അടുത്ത് ഉള്ളൊരു സേയും കൂടാ. ഐ ക്യാൻ ഡു ദിസ് ഓൾസോ. എന്നെ ത്രില്ലർനാഥ് എന്ന് പറയുന്ന പേരിലേക്ക് എത്തിക്കേണ്ട എല്ലാ പരിപാടിയും നമുക്ക് നോക്കാം. ഡാൻസ് ഉണ്ട്, എൻ്റെ അത് ഡാൻസ് നമ്പറുണ്ട്, തമാശ പരിപാടിയൊക്കെ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് എല്ലാം ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വേണ്ടൊരു നടൻ എന്ന് വിചാരിക്കുന്ന ആളാണ്. ഓക്കെ, പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? പ്രോജക്റ്റ് നമ്മളെല്ലാം ഡിസ്കഷൻസിലുണ്ട്, ഇൻ ലൈൻ. അത് മേ ബി ഫിനിക്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ ചിലപ്പോൾ ഒരു ലീഡ് നടൻ ലീഡിലേക്ക് അത്തരം ഇതിലേക്ക് വരുന്നത് അതുകൊണ്ടാണോ, അപ്പം അതിൻ്റെ ലിമിറ്റേഷൻ, അതിൻ്റെ ദോഷവും ഗുണവുമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് സിനിമകൾ വന്നത് പിന്നെ നമ്മൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടാതെ പോയിട്ടുണ്ട്. ഇതൊരു കംപ്ലൈൻറ്റ്, ഇത് നമ്മളൊരു പ്രശ്നമായിട്ട് ഡീൽ ചെയ്യാതിരുന്നത് മതി. ഈ പ്രശ്നമാവുന്നത് എനിക്ക് മാത്രമാണ്, എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം ഇത് പ്രശ്നമാവുന്നത്. നേരത്തെ പറഞ്ഞ സർവൈവലിൻ്റെ ഒരു പ്രശ്നം അല്ലാതെ ഇതെല്ലാം എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇത് നമുക്കൊരു എഗെയിൻസ്റ്റ് ഉണ്ടാകുന്ന എന്തുണ്ടെങ്കിലും ഇറ്റ് ഹാസ് ബീൻ ദെയർ. ഇത് എനിക്ക് ചന്തുനാഥ് എന്നൊരു ആക്ടറിനും സ്പെഷ്യലി ഉണ്ടാകുന്ന ചലഞ്ചോ എതിർപ്പുകളോ ഒഴിവാക്കപ്പെടലോ ഒന്നുമല്ല. അത് കാലാകാലങ്ങളായിട്ട് സിനിമയ്ക്ക് അപ്പോൾ ആ ഫേസിൽ കൂടെ ഞാനിപ്പം പോണു. ആ ഫേസ് തരണം ചെയ്തിട്ട് എനിക്ക് അപ്പുറത്തൊരു ഹിറ്റ് കൊടുക്കാൻ പറ്റിയാൽ, ഒരു നല്ല ഡയറക്ടറിൻ്റെ നല്ലൊരു കാസ്റ്റ്, നല്ലൊരു പെർഫോമൻസ്, എനിക്ക് ഒരു നല്ല സ്ക്രിപ്റ്റിൽ ഡെലിവർ ചെയ്യാൻ പറ്റിയ പടം ഹിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അതിൽ ബീൻ ട്രാക്ക്. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. അപ്പം നല്ലത്, ഞാൻ അങ്ങനെ ഈസി ആയിട്ട് അങ്ങ് പോകണ്ടെന്നായിരിക്കണം, ഈസി ആയിട്ട് പോകണ്ട. എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് നേരത്തെ പോലെ ഒത്തിരി ഒന്ന് കഷ്ടപ്പെട്ട് ജാതകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കറിയാൻ വയ്യ. അങ്ങനെ എഴുതിയിട്ടുള്ളതാണെങ്കിൽ പുള്ളിക്ക് എന്തോ അത്ഭുത സിദ്ധിയുണ്ട്. പുള്ളി പറയാം അതിനകത്ത് എഴുതിയിട്ടുള്ളൂ ബേസിക്കലി. അങ്ങനെ പറയാമെന്ന് ഇങ്ങനെയുള്ള ജാതകത്തിൻ്റെ ഇതിലൊന്നും പുള്ളി whoever it is he has written എല്ലാം കിട്ടും. എനിക്ക് എൻ്റെ കറക്റ്റ് ടെക്സ്റ്റ് എനിക്കറിയില്ല. കോണ്ടന്റ് ഇതാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് നേടുള്ളൂ. സോ നത്തിങ് വിൽ കം ആസ് ലക്ക്. ഫർസാന പറഞ്ഞ ഭാഗ്യം, സോ കോൾഡ് റിട്ടേൺ ഭാഗ്യം എനിക്കില്ല എന്നാണ് പുള്ളി പറയുന്നത്. റാദർ എനിക്ക് ദൈവാധീനം ഉണ്ടെന്നാണ് പുള്ളി തിരിയുന്നത്. ദൈവാധീനം ഉണ്ടാകുമ്പോൾ അതങ്ങ് നടന്നോളൂ. എൻ്റെ കഷ്ടപ്പാട് ഐ ആം ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റിങ് ഇറ്റ്. കാരണം കഷ്ടപ്പെട്ട് ഒരിടത്ത് എത്തുന്നതിൻ്റെതും നീ കയറിയോ നമ്മുടെ ആളാ എന്ന് പറയുന്നതിനും രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ കഷ്ടപ്പാട് ഓക്കെ, കഷ്ടപ്പെടാം, നോക്കാം, എൻ്റെ അവസാനം വരെ, എൻ്റെ വീഴ്ച വരെ. കൊച്ചിൻ്റെ കാര്യമൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ താളം തെറ്റ് എനിക്ക് തീരെ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ ഞാനിത് പാക്ക് ചെയ്തിട്ട് പോയിട്ടൊരു താത്കാലികമായി ഞാൻ ഒരു സേഫ് സോണിൽ നിന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വരും. അപ്പോൾ പോകാൻ അങ്ങനെ വിട്ടൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ ആർക്കും വേണ്ട. അങ്ങനെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും നോ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? സ്ക്രിപ്റ്റിനാണോ? സിനിമയിൽ? അതെ, സിനിമയുടെ സ്ക്രിപ്റ്റ് കഥയ്ക്ക് നോ പറയുന്നതാണോ? സിനിമയോട് നോ പറയേണ്ട അവസ്ഥ? അതെ, കഥ ഇഷ്ടപ്പെട്ടില്ല, നോ പറയേണ്ടി വന്നിട്ട്, അല്ല മനസ്സുകൊണ്ട് നോ പറയണം, പക്ഷെ സാഹചര്യം കൊണ്ട് നോ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥ കൊണ്ട് എന്റെ സിനിമകൾ നോക്കി അറിയാം, അതെല്ലാം പാളിപ്പോയിട്ടുണ്ട്. പലരും വിചാരിക്കുന്ന പ്രശ്ന, പല ഓഡിയൻസിനും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്ന നമുക്കിത് അറിയാതെ ചെയ്യുന്നതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് പലതും. കാരണം നമ്മൾ പറയില്ലേ മോശം സിനിമകളിൽ അഭിനയിക്കുന്നു. എന്തോ എനിക്കറിഞ്ഞൂടോ അത് മോശം സിനിമ എന്ന് പറഞ്ഞാൽ എന്തോ ബി ഗ്രേഡ്, നമ്മൾ പണ്ടത്തെ അഡൽട്ട് മൂവീസാണോ ഒരു മോശം ചെയ്യുന്നത്? അതോ സമൂഹത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന സിനിമകളാണോ മോശം? അതോ നമ്മുടെ ഈ എന്താ പറയുക അജണ്ടകളുള്ള സിനിമകളാണ്? ഞാൻ അങ്ങനത്തിലൊന്നും നിന്നിട്ടില്ല. ഞാൻ സിനിമകളിലേ അഭിനയിച്ചിട്ടുള്ളൂ. മോശം എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവാത്തതോ ഓഡിയൻസിൻ്റെ ടേസ്റ്റിന് ചേർന്ന് പോവാത്തതോ അല്ലെങ്കിൽ കാലഘട്ടത്തോട്ട് അപ്ഡേറ്റഡ് ആവാത്തതോ എസ്തെറ്റിക്കലി അവരെ അപ്പീൽ ചെയ്യാത്തതോ ആണ് അവർക്ക് മോശം എന്ന് പറയുന്നത്. ഞാൻ മോശം എവിടെ എൻ്റെ കുറച്ച് മോശം സിനിമകൾ എടുത്തു വയ്ക്കൂ എന്നല്ല,
പിന്നെ ചില സിനിമകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മളെ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരു 3 പോരാത്ത സ്ക്രിപ്റ്റ് കാണും. അത് നല്ല പോരാത്തതെടുക്കും. ആവശ്യകതയാണ് പ്രശ്നം. അത് നമ്മുടെ ആവശ്യത്തിനാണ് ചെയ്യുന്നത്. ആളുകൾക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം, ക്രിട്ടിസൈസ് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവരിങ്ങനെ അത് അങ്ങനെ ഒരു റിവ്യൂവർ ഈ നമ്മൾ പറയില്ലേ റിവ്യൂസ് എല്ലാം നല്ലതെന്ന്. അതെന്താ പ്രശ്നം? റിവ്യൂസിലൊക്കെ നല്ല റിവ്യൂസ് വേണം. പണ്ടൊക്കെ നല്ല നല്ല ആളുകൾ ഇങ്ങനെ എഴുതുമായിരുന്നു ഫിലിം റിവ്യൂസ്. കൺസ്ട്രക്റ്റീവ് റിവ്യൂസ് എന്ന് അതിനെ പറയുന്നത്. ചേഞ്ച് ചെയ്യപ്പെടാൻ, തിരുത്തപ്പെടാൻ ഒക്കെയാണ് റിവ്യൂസ്. അങ്ങനെയുള്ള എന്തോരം റിവ്യൂസ് ഇപ്പോൾ ഉണ്ട് ഓൺലൈൻ. നല്ലതായിട്ട് റിവ്യൂ പറയുന്ന, വിമർശിക്കുന്ന, നിശ്ചിതമായി കാർട്ടൂണിസ്റ്റിക് ആയിട്ടുള്ള, കാർട്ടൂണിൽ നമ്മളുണ്ട് സ്ലാപ്സ്റ്റിക് ആയിട്ട് നമ്മളെ കളിയാക്കലുണ്ടാവും ഒരിച്ചിരി. അതുവരെയും ഓക്കെയാണ്. പക്ഷേ ചുമ്മാ വന്നതിനും പോകുന്നതിനും എല്ലാം എന്ത് പറയണമെങ്കിലും കുറച്ച് ശുക്രല്ല. ഏതോ ഒരു റിവ്യൂ ഒരാൾ പറഞ്ഞു, പുള്ളി പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. പിന്നെ ചന്തുനാഥ് ഒരുപാട് മോശം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതുവരെ അങ്ങനെ ഒരു പേരുദോഷം എന്തോ അതുമല്ല, ഇങ്ങനെയാണ് പെർഫോമൻസ് മോശമാണെന്ന് പറയിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൽ അതും കൂടായി. ഏതോ പാട്ട് സീനിൽ എനിക്ക് ആ വാക്കിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞരമ്പ് രോഗിയെ പോലെ എക്സ്പ്രഷൻ ഇട്ടിരിക്കും. ഇതാണ് ഒരാളുടെ റിവ്യൂ. അയാൾ അതാണ് കണ്ടത്. അതാ പ്രശ്നം. അയാൾ ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവണം, ഇവനെ എവിടെ പറയാം. അപ്പോൾ അതേ പാട്ടിൽ ഒരു സ്ഥലത്ത് ഏതോ ഒരു എക്സ്പ്രഷനിൽ പുള്ളിക്ക് ഞരമ്പ് രോഗികളുടെ എക്സ്പ്രഷൻ ആണെന്ന് തോന്നുന്നു. അയാൾ എത്ര ഞരമ്പ് രോഗികളെ കണ്ടിട്ടുണ്ടെന്നും ഈ ഞരമ്പ് രോഗികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ പുള്ളിക്ക് എങ്ങനെ അറിയാമെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഐ എം ടോക്കിംഗ് അബൌട്ട് കൺസ്ട്രക്ഷൻ. സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ പോലും ഒരു എങ്ങനെയെങ്കിലും അയാൾ എനിക്കറിയില്ല, അയാളുടെ അടുത്ത് എനിക്ക് ഒരു ശത്രുതയില്ല, ഈ പറയുന്നതിനെ ഒരു അയാൾ ഇപ്പം എന്നോട് വളരെ മോശം അഭിനയമാണ് ഇതിൽ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മറ്റ് സിനിമകളിലെ പോലെ അത്ര നിലവാരത്തിലെത്തിയെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറയുന്നത്. പിന്നെ ചന്തുനാഥ് ഒരുപാട് മോശം പടങ്ങളിൽ അഭിനയിച്ചു. ഇതിൽ യു ഹാവ് ഇന്റൻഷനലി സേയിങ് സംതിങ്. ഓക്കെ, ഇപ്പം കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പം 25ഓളം സിനിമ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം തുടക്കം നോക്കുവാണെങ്കിൽ ആ ചന്തുനാഥിന് നൽകാനുള്ള ഉപദേശം എന്തായിരിക്കും? നല്ല ചോദ്യം. തുടങ്ങിയ ചന്തുനാഥിനടുത്ത് എനിക്ക് ഇപ്പോഴത്തെ ചന്തുനാഥിന് കൊടുക്കാനുള്ള ഉപദേശം, ഡോണ്ട് ട്രസ്റ്റ് ഈസിലി. ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ ആൻഡ് ദർ ഇൻറ്റൻഷൻ ഈസിലി. നമ്മളെ ഇൻറ്റൻഷനുമായിട്ടോ നമ്മുടെ ട്രാൻസ്പെറൻസി ഇൻറ്റൻഷൻ അതൊക്കെ ആവും മറ്റൊരാളുടേതും എന്ന് ചിന്തിക്കാതിരിക്കുക. യു ഷുഡ് ബി വെരി പ്രിക്കോഷനേറ്റീവ് അബൌട്ട് വാട്ട് യു സേ, വാട്ട് യു ഡു. ഇതെല്ലാത്തിനും ഒരു നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ്. ചിലത് യു ഷുഡ് ലീവ് സംതിങ് അൺസെഡ്. യു ഷുഡ് ലീവ് മെനി തിങ്സ് അൺസെഡ് ഇൻ ദ ഇൻഡസ്ട്രി, ഇൻ ലൈഫ്. നമ്മളിങ്ങനെ തുറന്ന് പുസ്തകമായാൽ അത് പ്രശ്നമാണ്. നമ്മൾ നമ്മുടെ കാര്യം കുറച്ചൊന്ന് നോക്കണം. അത് ഹെൽപ്പിങ്ങിൻ്റെത്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കരിയറിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ നമ്മൾ ചില കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നത് ജെന്യൂനായിട്ടായിരിക്കും നമ്മൾ ആ വിഷമം പറയുന്നത്. ആ ഇരിക്കുന്ന ആളെ വിശ്വാസത്തിലെടുത്തായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ അത് അവിടെ നിൽക്കില്ല. അപ്പോൾ യു മോർ സൈലൻ്റ് ആണ്, കുറച്ച് സൈലൻ്റ്. നമ്മൾ കുറച്ച് യു ഷുഡ് വാച്ച്, ഒബ്സർവ്, ദെൻ ടോക്ക്, ഫിൽറ്റർ. എൻ്റെ രീതി അതല്ലായിരുന്നു. എൻ്റെ രീതി ഇപ്പോഴും എനിക്ക് ആവാൻ പറ്റുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. സോ നമുക്കൊരു രീതി കാണൂല. നമ്മളെല്ലാവരെയും നമ്മൾ അങ്ങനെ എനിക്ക് ഈ കള്ളം ചെയ്യുന്ന അതൊന്നും എൻ്റെ ആവശ്യമില്ലെന്ന്, അങ്ങനെയൊന്നും ഇല്ല. കള്ളം ജീവിതത്തിൽ ഇഷ്ടംപോലെ കള്ളം പറയാൻ പറ്റും, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് വേറെ. നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരാളെ വിശ്വസിച്ചാൽ നമ്മളങ്ങ് വിശ്വസിക്കുക, കൂടെ നിർത്തുക. പക്ഷെ അതിനൊക്കെ നമ്മൾ സിനിമയിൽ ആക്ടർ എന്നുള്ള ചന്തുനാഥിനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡന്റ് ഹാവ് ബീൻ ദാറ്റ് ഓപ്പൺ എന്ന് പറയും. എന്തെങ്കിലും വിശ്വാസം ആരെങ്കിലും
നല്ല വിശ്വസിച്ചിട്ട് വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ആബ്സല്യൂട്ട്ലി, ഒരുപാട്. ആബ്സല്യൂട്ട്ലി. ഒരുപാടൊന്നുമല്ല. സിനിമ ആക്ടേഴ്സിൻ്റെ ഒന്നോ അല്ലെങ്കിൽ സിനിമയുടെ നമ്മുടെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതല്ല ഞാൻ പറയുന്നത്. സിനിമ നടനതിന് ശേഷം എൻ്റെ സിസ്റ്റത്തെ എൻ്റെ ആ ഒരു ഇതിൽ വന്ന ഒരുപാടൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ എൻ്റെ പേര് അവർക്ക് ഇടേണ്ടി വരും, ചന്തു എന്നൊക്കെ, ചതിയൻ, അങ്ങനെയൊന്നുമല്ല. അല്ലാതെ ഒരുപാടല്ല. ബട്ട് ഐ ഹവ് ഫേസ്ഡ് അവിശ്വസനീയമായ ആളുകളുടെ പെരുമാറ്റമൊക്കെ നമുക്ക് കാണാൻ. സിനിമയ്ക്കകത്തുണ്ടായിട്ടുണ്ടോ? സിനിമയ്ക്കകത്ത് അവിശ്വസനീയതയൊന്നുമില്ല. സിനിമയ്ക്കകത്തൊക്കെ ഇതൊക്കെ നമ്മൾ വി ഷുഡ് ബി വെരി കെയർഫുൾ വെൻ യു ബിഫ്രണ്ട് സംബഡി. ഇപ്പോഴും ചില കാര്യങ്ങൾ വലിയ നമുക്ക് മുമ്പേ പോയി പറയുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവും. ഇപ്പം സ്ഥായിയായ സുഹൃത്തുക്കളൊന്നും സിനിമയില്ല നമ്മൾ മിക്കവരും പറയുന്നത്. അത് ഇറ്റ്സ് എ റിയലൈസേഷൻ പോയിന്റാണ്. ഇല്ല എന്നല്ല, പാടില്ല എന്നല്ല. ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു, എൻ്റെ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമ്മളെ കുറച്ചും കൂടെ സ്നേഹിക്കണം നമ്മൾ. ഞാനത് മറന്ന ഒരാളാണ്. അതിൻ്റെ ഒരു പ്രശ്നം. ഞാൻ കുറച്ചും കൂടെ എന്നെ ഇഷ്ടപ്പെടണമായിരുന്നു. സിനിമയിൽ ആരോടെങ്കിലും കടപ്പാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കടപ്പാടുണ്ടല്ലോ. കടപ്പാട് നെവർ എൻഡിങ് കടപ്പാടില്ലേ, അബീരെടുത്തില്ലേ. ഒരു തരത്തിലും മറക്കാൻ പറ്റാത്ത ഒബ്ലിഗേഷൻ എന്ന ടേമിനെ പറഞ്ഞാൽ വീണ്ടും ഞാൻ എൻ്റെ ഇതിന് തെറ്റും. ലോയൽറ്റി അല്ല, ഭയങ്കര നിറഞ്ഞ ബഹുമാനവും നന്ദിയും ശങ്കർ സാറിൻ്റെ അടുത്ത് വേണ്ട എനിക്ക്. എവിടെ പോയാലും ഞാൻ എവിടെ മരണം പറഞ്ഞ് വീണാലും നാലുകാലി വീഴണമെങ്കിൽ ആദ്യം എന്നെ പിടിച്ച് ഇതാണ് മെയിൻ സ്ട്രീം. അത് വെറുതെ അല്ല നിന്നെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുന്നത്. ജോയ് എന്ന് പറയുന്ന വളരെ ഐക്കോണിക് ലുക്കുള്ള രീതികളുള്ള ഒരാളായിട്ടാണ്. അത് മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡിൻ്റെ അനിയനായിട്ടാണ് അതിനെ വയ്ക്കുന്നത്. ആ പ്ലേസ്മെൻറ്റിലാണ് എൻ്റെ ഇന്നത്തെ ഫ്യൂവൽ പിന്നെ അങ്ങോട്ട് പോയെന്ന് പറയുന്നത്. ദെൻ ടാലൻറ്റ് കംസ്. അത് പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുള്ള പെർഫോമൻസ്. പക്ഷെ അത് എത്തിക്കേണ്ട ഒരാൾ, അങ്ങനെ എത്തിക്കാൻ പറ്റാതായിപ്പോൾ എത്രയോ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റ് നടന്മാർ ഇപ്പം നമ്മളെ ചുറ്റിനുണ്ട്. സോ ഫോർ ലൈഫ് എനിക്ക് ആ കടപ്പാട് ഉണ്ടാവും. ഇനി ഞാനും സാറും തമ്മിൽ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ പേര് തെറ്റിയാലും ആ കടപ്പാട് മാറില്ല. ഐ ജസ്റ്റ് ഗിവൻ എക്സാമ്പിൾ പറയുന്നത്. അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസത്തിൽ വന്നാൽ പോലും ആ കടപ്പാട് അങ്ങനെ തന്നെ ഉണ്ടാവണം. ഇനി ഒരു സിനിമ കിട്ടുവാണെങ്കിൽ അത് എന്തായിരിക്കും നോക്കുന്നത്? മീൻസ് കഥയാണോ? കഥ ആ പറഞ്ഞ രീതിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടറാണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. രണ്ടും ഇമ്പോർട്ടൻ്റ്. നമ്മളെ കഥകൾ ചിലത് കേൾക്കുമ്പോൾ അമേസിങ് എന്ന് തോന്നും. പക്ഷെ എടുത്തു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മേക്കർ അത് അയാളുടെ നമുക്ക് മനസ്സിലാവും പുള്ളി പറയുമ്പം. കാരണം നമ്മൾ നറേറ്റ് ചെയ്യുന്ന നമുക്ക് ആ പ്രോസസ്സ് ഉണ്ടായതുകൊണ്ട് ഇത് നല്ലതായിട്ടാണോ, അയാളത് ഉൾക്കൊണ്ടാണോ പറയുന്നത്, അയാളുടെ തലയിൽ ആ പാലറ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതോ വെറുതെ പുക വിടുവാണോ, ഇത് ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ മനസ്സിലാവും. ചിലപ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് തെറ്റാവും. നല്ല സിനിമ, നല്ല സ്ക്രിപ്റ്റും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിന് നമുക്ക് യോജിച്ച കാര്യങ്ങളും ഉള്ള നല്ലൊരു മേക്കറും കൂടെ വേണമെന്ന്, നല്ലൊരു ടീം എൻ്റെ അത് വേണം. ആത്മാർത്ഥമായിട്ട് എൻ്റെ നിൽക്കുന്ന ഈ നാട്ടിന് നല്ലതുണ്ടാവണം ഇതിൽ, എനിക്ക് മാത്രമല്ല എന്ന് ചിന്തിക്കണം. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയ അത്രയും ഭാഗ്യം. ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ ഈ റോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത് ഒന്നായിട്ട് ഞാൻ പറയില്ല. ഞാൻ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ ആലോചിച്ചു ഇതെനിക്ക് ഭംഗിയാക്കാൻ വരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പടങ്ങൾ പോലും. അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ചോദിച്ച പോലെ എൻ്റെ കണ്ടംപററി ആയിട്ട് നിൽക്കുന്ന സിനിമകളിലയ്യോ ഇത് ഞാൻ ചെയ്യാൻ വരുന്നതെന്നല്ല. ചില നല്ല 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 ക്യാരക്ടേഴ്സ് കാണുമ്പോഴും ഇത് നല്ല അങ്ങനെ സംരംഭത്തിലെ ചില ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ ചില സിനിമകൾ കാണുമ്പം ഇവിടെ ഇത് ഇപ്പം ഞാനായിരുന്നു, ഞാൻ എങ്ങനെ ചെയ്തേനെ, അതെങ്ങനെ അതിനെ ഞാൻ കൺസീവ് ചെയ്തേനെ, ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ സ്വാഭാവികമാണ്. അതങ്ങനെയാണ്, എല്ലാ നടന്മാരും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലതാണ്. ഗോഡ് ഫാദർ ഇല്ലാതെ സിനിമയിലേക്ക് വന്ന ആളാണ് ചെയ്യുന്നത്. അപ്പം തനിക്ക് വേണ്ടത്ര ഒരു അവസരം കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അവസരം കിട്ടില്ലെന്നല്ല. ഗോഡ് ഫാദർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സം വേ നമുക്കൊരു ഒരു ഫിഗർ അല്ലേ സാറ്. സം വേ ശങ്കർ സാർ എനിക്കൊരു അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ്, എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത്. അങ്ങനെ നോക്കിയാൽ ഷാഹിദ് നരേഷൻ സാർ, ഓഗസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസർ, അങ്ങനെ ഒരാളല്ലേ. ഇൻഫാക്ട് ഇഫ് യു ടേക്ക് അഭിറാം, അതെൻ്റെ സുഹൃത്തായതുകൊണ്ടും എൻ്റെ ഒരേ പ്രായക്കാരനായതുകൊണ്ടാണ് നമ്മളങ്ങനെ ഫീൽ ചെയ്യാത്തത്. സോ യെസ്, ഹി ടുക്ക് എ ഡിസിഷൻ. അവ അഭിനയിക്കട്ടെ.
ഇല്ലേ, സിനിമയുടെ മതിൽ വരെ എത്തിച്ച്, സിനിമയുടെ മീഡിയത്തിൻ്റെ ഗേറ്റിൽ നമ്മൾ എത്തിച്ചു. ശങ്കർ സാർ ഹാഡ് ദ മേഴ്സി, അല്ലെങ്കിൽ പുള്ളി മേ ബി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ഇവന് പറ്റും, ഇവൻ ആ റേഞ്ച് ഉണ്ടായിരിക്കാം എന്ന്. പുള്ളി ഗേറ്റൊക്കെ തുറന്ന് ഈ വീട് കാണിച്ചു. ആ വീടിനകത്താണ് ആളിരിക്കുന്നത്. പക്ഷെ ഞാൻ ഓരോ മുറിയും കയറി ഇറങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെ ഫേവർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ഇതൊരു ലോഡ്ജാണ്. നമ്മളിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഞാൻ തെറ്റായ റൂമിലാണ് കയറുന്നത്, ചില വരുന്നവർ തെറ്റായ ആളിലായിരിക്കാം. എന്തെങ്കിലും നമ്മൾ റൈറ്റ് റൂമിൽ ചെന്ന് കയറും. അങ്ങനെ കയറിയ പടങ്ങളാണ് ഈ പറയുന്ന എടുത്തെടുത്ത ആൾ പറയുന്ന പടങ്ങൾ. ഇനിയും ഞാൻ ഇങ്ങനെ തെറ്റാം, ഞാൻ വീണ്ടും ഒരു നല്ല റൂമിൽ കയറും, എന്നിട്ട് സ്ഥായിയായിട്ട് എനിക്കൊരു റൂം ഇവിടെ കിട്ടും. ഡ്രീം റോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡ്രീം റോൾ എനിക്കിത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ സിനിമയിൽ അത് ആൾ ഇറങ്ങാൻ നേരത്തെ അവരുടെ മനസ്സിൽ ക്യാരക്ടർ ഉണ്ടാവണമെന്നുണ്ട്. ആ ക്യാരക്ടർ ഉണ്ടാവണമെന്നുണ്ട്. അതൊരു കൊടൂര വില്ലനായപ്പോലും അലറി വിളിച്ച് ആളെ കൊല്ലുന്നല്ലാതെ അയാളുടെ ഇന്നർ സൈക്കി, അയാൾ എന്താ അങ്ങനെ ചെയ്യുന്നത്, വാട്ട് മെയ്ഡ് ഹിം വില്ലൻ എന്ന് പറയുന്ന അങ്ങനത്തെ സൈക്കിയുള്ള മനുഷ്യൻ്റെ അവൻ്റെ മാനസികാവസ്ഥയെ, ആ ക്യാരക്ടറിൻ്റെ ആ സമയത്ത് മാനസികാവസ്ഥയെ മനസ്സിലാക്കുന്ന, അത് മനസ്സിലാക്കി വയ്ക്കാൻ യോഗ്യതയുള്ളൊരു ക്യാരക്ടറാണെങ്കിൽ അത്ര സന്തോഷം. ഒരു ദിവസം ഒരു സിനിമാ കഥാപാത്രമായി അഭിനയിക്കാൻ അവസരം കിട്ടിയ ഏത് കഥാപാത്രത്തെ ചെയ്യും? എൻ്റെ പൊന്നെ, സിനിമയിൽ നിന്ന് എങ്ങനെ ഞാനൊന്ന് മനുഷ്യനായിട്ട് ജീവിക്കാം. ഒരു കഥാപാത്രത്തെ കിട്ടിയാൽ ഞാൻ സമ്മർ ഇൻ ബത്ലഹേമിലെ ഡെന്നിസ് ആയിട്ട് ജീവിക്കും. മമ്മൂട്ടിയായിട്ടാണ് അഭിനയിക്കാൻ കിട്ടുന്നെങ്കിൽ മമ്മൂട്ടിയുടെ ഏത് കഥാപാത്രമായിരിക്കും ചെയ്യുന്നത്? മമ്മൂട്ടിയായിട്ട് അഭിനയിക്കാൻ പറ്റുവാണെങ്കിലോ, എന്ത് കോംപ്ലിക്കേറ്റഡ് ചാർജ് പരിപാടിയത്. മമ്മൂട്ടിയായിട്ട് അഭിനയിക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, മമ്മൂട്ടിയുടെ ഫിഗറും ഏത് ക്യാരക്ടർ മമ്മൂട്ടിയായി അഭിനയിക്കാൻ കിട്ടിയാൽ എന്തോരം പടമുണ്ട്. ഞാൻ ഏതിന്ന് ഒരെണ്ണം പറയാന്ന് പറയുന്നത് ഭയങ്കര എൻ്റെ പ്രശ്നം എന്ന് പറയും വർഷമാണ്. ഇത് ഞാൻ പറയും, എന്നാലും വീട്ടിൽ പോയിട്ട് ഞാൻ വൈഫായിട്ട് ആലോചിക്കുമ്പോൾ ചേടാ ഞാൻ മറ്റത് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ എനിക്കൊരു കുത്തലുണ്ട്. ഇതെങ്കിലും കേട്ട് അടൂർ സാർ എന്നെ വിളിച്ചെങ്കിൽ ഇനി മതിലുകളിലെ ബഷീറിന്റെ ക്യാരക്ടറായിട്ട് ചെയ്ത പറ്റിയ. ഒരു സിനിമയുടെ സെറ്റിൽ ഷൂട്ടിംഗ് ടൈമാണോ ബ്രേക്കിംഗ് ടൈമാണോ ഏറ്റവും ഇഷ്ടം? ഷൂട്ടിംഗ് ടൈം. ബ്രേക്ക് ഭയങ്കര ബോറിംഗ്. സ്വന്തം ജീവിതം സിനിമ ഏത് ജനർ തിരഞ്ഞെടുക്കും? സ്വന്തം സിനിമ, സ്വന്തം കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, ഞാനിനി ഏതെടുത്ത് വെച്ച് ഏത് ജോണർ അല്ലേ, കോമഡി, ഡ്രാമ, ഒരു ജോണർ ആണെങ്കിൽ ലൈഫല്ലേ. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒരു ജോണർ പർട്ടിക്കുലർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അതിനകത്തൊരു കോമഡിയും മിസ്റ്ററിയും പാത്തോസും ട്രാജഡിയും ഒക്കെ ഉള്ള എല്ലാം ഉള്ള, പക്ഷെ കഥാവസാനം നമ്മൾ നന്നായിരിക്കണം ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് ഫസ്റ്റ് സീനാണോ ലാസ്റ്റ് സീനാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ, മൊമെന്റോ? ഫസ്റ്റ് ഷോട്ട് ആയിരിക്കും ലാസ്റ്റ് ഷോട്ട് ആയിരിക്കും? ഫസ്റ്റ് ഷോട്ട്. ദാറ്റ് ഡിപ്പെൻസ്. അപ്പം അവരെനിക്ക് തരുന്ന ഏതാ എന്നുള്ളതാ. എനിക്ക് ആദ്യം പെർഫോം ചെയ്യാൻ തരുന്നത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്ത് അതായിരിക്കുമല്ലോ. ഇപ്പം ആദ്യം എനിക്ക് തീരെ പറ്റാത്തൊരു പരിപാടിയൊക്കെ ആണെങ്കിൽ, തീരെ മീൻസ് നമുക്കിപ്പോൾ ഒരു വണ്ടി നമുക്ക് പറ്റാത്തൊരു വണ്ടിയാണ്, അതിൻ്റെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നീ അവിടുന്ന് വന്ന് ഓടിച്ച് നിർത്തി കാലതിൻ്റെ മുകളിൽ കൂടെ പൊക്കി ഇറക്കണം എന്ന് പറയുമ്പം ചെയ്യാം, ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് വെഹിക്കിൾ, ഓടിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു വളരെ മോശം വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആദ്യം വരും, ഇതെങ്ങനെ ചെയ്യും. അപ്പം നമ്മൾ ടോട്ടലി അങ്ങ് ഇത് പോകും. അതല്ല, നമുക്ക് രസമുള്ള പരിപാടിയാണ്, ഇഷ്ടപ്പെട്ടു. ഡിപ്പെൻസ്. സെറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വേർഡ് എന്താണ്? ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വേർഡ് സൈലൻസ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ സൈലൻസ് എന്നാലും കേൾക്കുന്നത്. അതിങ്ങനെ ചുരുരാ എല്ലാവരും വർത്താനം പറയും. സൈലൻസ് എന്നാലും കേൾക്കാൻ പോകണം. എപ്പോഴെങ്കിലും ഡയറക്ടറിനോട് ഈ സീൻ ഒന്ന് മാറ്റാമോ എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് എപ്പോഴാണ് ചോദിക്കരുത്. ഓക്കെ. പക്ഷെ സക്സസ്ഫുള്ളി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു സിനിമ എന്നൊക്കെ ഞാൻ ടോട്ടലി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി എൻ്റെ തലയുടെ മോളിൽ കൂടെ അത് പോയപ്പോൾ ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പാളും എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സീനിയർ ഡയറക്ടറുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാർ ഐ ഡോണ്ട് തിങ്ക് ദിസ് വിൽ വർക്ക്. സാറിനും അറിയാതെ അത് പ്രൊഡ്യൂസറിൻ്റെ വാശിയായിരുന്നു. സംവിധായകൻ ഇംപ്രൂവൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിൽ തോന്നുന്നത്? ഇംപ്രവൈസ് ചെയ്യാൻ പറഞ്ഞാൽ നല്ലതല്ലേ ഇംപ്രവൈസ് ചെയ്യാൻ. നമുക്ക് ഇംപ്രവൈസ് ഇൻ ദ സെൻസ് അവർ പറയുന്നത് എപ്പോഴാണെന്ന് അറിയോ, അവരെ ഉള്ളിൽ കിടക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്.
അതിലേക്ക് ഏകദേശമെങ്കിലും എത്തിപ്പിക്കാൻ നോക്കുന്നതാണ് ഇംപ്രവൈസിങ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് ചില സാധനങ്ങൾ കുറച്ചും കൂടെ നോക്കുമ്പോൾ അവർക്ക് എവിടെയോ ഒരു പോയിന്റിൽ ഇതല്ലേ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ എവിടെയോ ഒരു ഷെയ്ഡുണ്ട്. അതാ ഇറ്റ്സ് ഓൾവേസ്. മഹേഷ് നാരായണൻ സാറൊക്കെ പുള്ളിയുടെ ഉള്ളിൽ എന്താണോ മീറ്റർ, ആ മീറ്ററിൽ നമ്മൾ എത്തുന്ന വരെ നമ്മളെ പണിയെടുപ്പിക്കും. അങ്ങനെ ഡയറക്ടേഴ്സ് ഉണ്ട്. നമുക്ക് നിന്റെ ക്യാരക്ടറല്ല, ഇത് എൻ്റെ ക്യാരക്ടർ, ഗുഡ് ഫോർ ദ മൂവി. ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന സീൻ ഫസ്റ്റ് സീനാണോ ലാസ്റ്റ് സീനാണോ? അങ്ങനെ ഇല്ല. അങ്ങനെയില്ല. ഫസ്റ്റ് സീൻ ലാസ്റ്റ് സീൻ ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. ടെൻഷൻ ഇപ്പം ഇല്ല. നമുക്കൊരു സിനിമ സെറ്റിൽ പോകുമ്പോൾ ടു ബി റിയലി ഓണസ്റ്റ് എനിക്ക് ടെൻഷൻ ഇല്ല. വി ആർ യൂസ്ഡ് ടു ദ പരിപാടി. ഇത് ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാറിൻ്റെ സെറ്റിൽ, ഇപ്പോൾ ലാലേട്ടനൊക്കെ വരുന്ന ആദ്യം നമുക്ക് സെറ്റിലോട്ട് വരുന്ന ദിവസം നമ്മൾ സംസാരിക്കുന്നത്, സുരേഷ് ഗോപി സാറിനെ കാണുന്ന ദിവസം, സോ ടെൻഷനല്ല, നമുക്കൊരു ഓവർവെൽമിങ് ഫീൽ വരും. വാക്കൽ അതിന് ടെൻഷനില്ല, ഓവർവെൽമിങ്. എനിക്കങ്ങനെ, എനിക്ക് ഇവരുടെ ഓപ്പോസിറ്റ് നിന്നൊരു ഡയലോഗ് പറയാൻ എനിക്ക് ടെൻഷൻ തോന്നിയിട്ടേ ഇല്ല. അത് സത്യം പറയുന്നത്. അത് ഓവർവെൽമിങ് ആവും. നമ്മൾ ഭവാനെ ക്യാമറ ഓഫ് ആയാൽ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? എഗെയിൻ ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് തീരെ വർക്കാവാത്തൊരു സാധനവും എന്നെ, അല്ലെങ്കിൽ ആ സീനിന് മുമ്പേ ഞാൻ എന്തെങ്കിലും പ്രശ്നത്തിലോ ഫാമിലിയുടെ സംസാരത്തിലോ എന്തെങ്കിലും തർക്കത്തിലോ ഒക്കെ വന്ന് വയറുവേദനയും ഇനിയും അതെങ്കിലും മതി എൻ്റെ ഇത് മാറാൻ. അപ്പം യൂഷ്വലി ആണ് ചോദിക്കുന്നതെങ്കിൽ യൂഷ്വലി ഞാൻ ഇൻട്രോവേർട്ട് എന്നൊരാളെ അല്ല. അതായത് ഇനി സിനിമയിലേക്ക് വരാൻ പോകുന്ന ന്യൂ കമേഴ്സ് ഉണ്ടല്ലോ, അവരോട് എന്താണ് നൽകാൻ പോകുന്ന ഉദ്ദേശം? ഞാൻ തന്നെ ചിന്തിക്കുക, ഞാനിപ്പം മെയിൻ സ്ട്രീമിൽ ന്യൂ കമർ അല്ലാതെ മാറിയോ, നല്ല അക്സെപ്റ്റഡ് ആർട്ടിസ്റ്റ്, സീസണൽ ആർട്ടിസ്റ്റ് ആയോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത് എനിക്ക് തന്നെ ഒരു വലിയ വലിയ മിസ്റ്ററി എൻ്റെ കരിയർ എന്ന് പറയുന്നത്. ന്യൂ കമേഴ്സിനടുത്ത് ഇനിയിപ്പം എന്നെക്കാൾ ഇനി ശേഷം വരാനുള്ള തുടക്കക്കാരുടെ അടുത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ഈ വെരി വെരി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റീവാണ് നമ്മുടെ അനുഭവങ്ങളെല്ലാം. ഒരു ടോട്ടൽ ഐഡിയ എന്ന് ഒരാൾ വന്നിരുന്ന് നിങ്ങളെല്ലാവരോടും എനിക്ക് തരാനുള്ള ഉപദേശം എന്ന് പറയുന്നെങ്കിൽ അതൊരു ചുമ്മാ പറച്ചില്ല, അതൊരു ഫിലോസഫിക്കൽ ടേക്ക് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും കടന്നു പോകുന്ന ഓരോ വീട്ടിൻ്റെ സാഹചര്യങ്ങൾ, അയാളുടെ വീട്ടിലെ ആ ബന്ധങ്ങളിലുള്ള സാഹചര്യങ്ങൾ, അയാളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ, അയാളുടെ ഹെൽത്ത്, അയാളുടെ ട്രാവൽ, മറ്റ് പ്രഷറുകൾ, അയാളുടെ ഏറ്റവും ചെറിയ EMI എല്ലാം അയാളുടെ ജേർണിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുമ്പം ഞാൻ ഉരുവാക്കിയെടുത്തത് അല്ല വേറൊരാളത് ആവുന്നത്. കഴിവുണ്ടെന്ന് വിശ്വസിക്കേണ്ട ഒരു ആവശ്യതയുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. അതെനിക്ക് വിശ്വാസം കൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. 2, മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ടോട്ടാലിറ്റിയിൽ എനിക്കിത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം. മിനിമം സ്ക്രിപ്റ്റിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഇതെങ്കിലും ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന മീഡിയം അറിഞ്ഞിരിക്കണം മിനിമം. അങ്ങനത്തെ കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത്, ഇഫ് യു ഡോണ്ട് ഹാവ് എ ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം എൻ്റെ സംഘം, എൻ്റെ ഉള്ള സംഘം ഇറ്റ്സ് മെയിൻ സ്ട്രീം. ഞാൻ നല്ലൊരു പടം ചെയ്താൽ ഹിറ്റാവും. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അത്ര ഫിനാൻഷ്യലി ഒക്കെ ആളുണ്ട് ഇല്ലെന്നിരിക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ ഇൻ യുവർ ലൈഫ്. കാരണം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാലും ഇറക്കി വിട്ടാലും യു ഷുഡ് ഹാവ് അനദർ പ്ലേസ് ഓഫ് യൂസ് ടു ഗോ. ഇവിടെ നിൽക്കുന്നെങ്കിൽ ഈ മീഡിയം അറിഞ്ഞിരിക്കണം, മീഡിയം കൃത്യമായി അറിഞ്ഞിരിക്കണം, ലെൻസ് അറിഞ്ഞിരിക്കണം, ക്യാമറയിൽ അഭിനയിക്കാൻ അറിയണം, അതിൽ നിന്നുള്ള തെറ്റുകൾ മനസ്സിലാക്കാൻ പഠിക്കണം. ക്യാമറയിൽ ഏത് ലെൻസിനുമേ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന മുഖം വെറുതെ, ഇതെല്ലാം നമ്മൾ പഠിക്കലാണ്. അത് ഓരോ ലാലേട്ടൻ്റെ സിനിമകൾ തൊട്ട് അതൊരു വലിയ പഠനം പറ്റിയ ഒരു സാധനമാണ്. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ സിനിമകൾ, ഹൗ ദ ഇവോൾവ്ഡ് ഇൻ പെർഫോമൻസ്, അതൊരു ഫൈൻ ട്യൂണിങ് ആണ്. അത് ഒരു ദിവസം ഉണ്ടായതല്ല. ദ ലെജൻഡ് ഇമേജ് അത് ഒരു ദിവസമല്ല. അത് അവരെ ട്രാവൽ, അവർ എത്രയോ ലേണിങ് നടത്തിക്കാണ്. ഇപ്പോൾ വരെ നിൽക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ് നിൽക്കുന്നത്. അവർ ചെറിയ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് അതൊക്കെ അറിയാം അവർക്ക്, അത് സ്വാഭാവികമായിട്ട് വരുന്ന സോ എവറി ഡേ ഇസ് എ ലേണിങ്, എവറി സിനിമ ഇസ് എ ലേണിങ്. അങ്ങനെ ഒരു ഇതിൽ വരണം. രാവിലെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരരുത്. കോട പിടിക്കും, ഞാൻ അതിൽ നിൽക്കും, അത്തരം പാരഫേർണയില്ല, കൈവീശി കാണിക്കുക. സോ ഇതെല്ലാം ഇതിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ഇതെല്ലാം വന്നോളും. ദാറ്റ്സ് കോൾഡ് സെലിബ്രിറ്റി സ്റ്റേറ്റസ്. അതൊക്കെ വന്നോളും നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. ബട്ട് പ്രൈമറി ഇൻറ്റൻഷൻ ഷുഡ് ബി യു ബി എ ഗുഡ് ആക്ടർ, യു കൺസീവ് ഇറ്റ് റിയലി വെൽ.
understand the medium, and stand with your head up. Stand with your head up and your chest up. എവിടെയും പോയിട്ട് ഇനി സിനിമ നിങ്ങളെ ചവിട്ടി അരച്ച് വെളിയിൽ കളഞ്ഞാലും യു ഹാവ് ടു ബി റെസ്പെക്ട്ഫുൾ, യു ഹാവ് ടു ടേക്ക് റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡ് ദ റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റീസ് ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് അവരുടെ അടുത്ത് നമ്മൾ കാണിക്കേണ്ട ഈ റെസ്പെക്റ്റ്. ടൈം, സിനിമയിലെത്തേണ്ട ടൈം, ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയപ്പോൾ അതിനൊരു പരിധിയുണ്ട്. നമ്മൾ സെറ്റ് വരേണ്ടതിന് നമ്മൾ എത്തണം, ഷോട്ട് പാഴാക്കരുത്, അവിടെ എത്തും. ഇതെല്ലാം ലാലേട്ടന് 3:30 വരെയൊക്കെ രാവിലെ 3:30 ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എല്ലാവരും അത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള അവരവരുടെ ഹെൽത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് അവരുടെ നല്ല പ്രായത്തിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതുകൊണ്ട് അവരാണ് നിൽക്കുന്നത്. പങ്ക്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അഡാപ്റ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആവശ്യമില്ലാത്ത മറ്റ് ഇഷ്യൂസിലേക്ക് തല കൈയൊന്നും ഇടാതിരിക്കുന്നത് നല്ലത്. ബട്ട് റെസിസ്റ്റൻസ് വേണ്ടത് യു ഹാവ് ടു റെസിസ്റ്റ്. പറയേണ്ടത് അഭിപ്രായം കൃത്യമായിട്ട് പറയണം. ഓൺലി ഇഫ് യു നോ ഇറ്റ് റിയലി വെൽ. സോ ഇറ്റ്സ് വെരി കെയർഫുള്ളി നിൽക്കേണ്ട മീഡിയ, വെരി വെരി കെയർഫുള്ളി നമ്മൾ നിൽക്കേണ്ട മീഡിയ ഇത്. ബിക്കോസ് യു ആർ ഓൾവേസ് സബ്ജക്റ്റഡ് ടു ഡിസ്കഷൻസ്. യു ആർ ഓൾവേസ് എ ടീ ടൈം ടോക്ക്. ആ ടീ ടൈം ടോക്ക് നമ്മൾ എന്താ പറയുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ അടുത്ത പടത്തിൻ്റെ ഫേറ്റ്. ഒരാൾ ഒന്നും ചെയ്യാതെ തന്നെ എന്നെ പറയുന്നുണ്ട്, ആളുകൾ ഒന്നും ചെയ്യാതെ ചിലർ പറയുന്നുണ്ട്, വെറുതെ ഒന്നും പറയാൻ പറ്റത്തുണ്ട്, ചുമ്മാ. അപ്പോൾ ഇതിൻ്റെ ഇമ്പ്രഷൻ അപ്പുറത്തോട്ടു. ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു എല്ലാ ഇൻഡസ്ട്രിയിലുള്ള സ്വഭാവമാണത്. നമ്മളൊരു പെട്ടെന്ന് വേറൊരാളുടെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വിശ്വസിക്കാം. നമ്മളെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നതിൽ, ആ റിപ്പോർട്ട് ചെയ്യുന്നതിനെ മാറ്റി കറക്റ്റ് അല്ല, ഇതല്ല, ഇത് ഞാനല്ല, ഇതങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല, എൻ്റെ ചിന്ത ഇങ്ങനല്ല എന്ന് നമുക്ക് പോയിട്ടൊരു ട്രയൽ നടത്താനോ ബാധിക്കാനോ പറയാനോ നമ്മുടെ ആ സമയത്തെ കോണ്ടാക്ട്സിൽ നടന്നു വരത്തില്ല. പക്ഷെ ആ പറഞ്ഞവർക്ക് ഈ ആക്സസ് ഉണ്ടായിരിക്കും ഓൾറെഡി. അത് പറഞ്ഞഴിക്കുക എന്ന് പറയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിപ്പോവാം. സോ യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. സ്റ്റിൽ നമ്മുടെ യു ഡോണ്ട് നീഡ് ടു ബി റിയലി ലോയൽ. അതിൽ ആരുടെ തോന്നുന്നു ലോയൽറ്റി എന്ന് പറയുന്നത് ഈസ് എ ലോയൽ ഡോഗ് എന്ന് പറയുന്ന പോലെ ആയിപ്പോൾ. ലോയൽറ്റി ഡസൻറ്റ്, അതല്ല എൻ്റെ വേർഡ്. യു നീഡ് ടു ബി മ്യൂച്വലി റെസ്പെക്ട്ഫുൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബഹുമാനം, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതേ ബഹുമാനം നിങ്ങൾക്ക് കിട്ടും. ആ ഡിസേർവ് ചെയ്യുന്ന ബഹുമാനം നമ്മൾ കൊടുക്കുകയും വേണം. അതിനർത്ഥം തല ഇങ്ങനെ കുനിച്ച് അങ്ങനെ ആവശ്യമില്ല. യു ജസ്റ്റ് ഗെറ്റ് ഇൻ പ്രൗഡ് ആൻഡ് യു ആർ ലീവിങ്, യു ലീവ് പ്രൗഡ്. ഇത്രയും നേരം നമുക്കിപ്പം ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് നന്ദി. ഇതാണ് വിലപ്പെട്ട സമയം. ഓക്കെ, തിരിച്ച് വീട്ടിൽ പോയി വിലപ്പെട്ടതായിട്ട് നമുക്ക് പിന്നെയുള്ള വീട്ടിലെ സ്ഥിരം കാണുള്ളൂ. ഇത് നല്ല വിലപ്പെട്ട സമയമാണ്. ഒരുപാട് നന്ദി. അങ്ങനെ വിലപ്പെട്ട സമയം നന്നായി. ഓക്കെ.